രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിപ്ലവകരമായ മാറ്റം എന്ന വിഷയമാണ്. കഴിഞ്ഞ 6 സംവത്സരങ്ങൾ സംഘർഷങ്ങളുടെ വർഷങ്ങൾ മാത്രമായിരുന്നില്ല, സഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷങ്ങൾ കൂടിയായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വീക്ഷണങ്ങളും നിഗമനങ്ങളും തീരുമാനങ്ങളും വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ രീതികളിലാണ് സ്വാധീനിക്കപ്പെട്ടത്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ സഭകൾ, വിവിധ രീതികളിലെ സഭകൾ, അവയൊക്കെ വ്യത്യസ്തമായ രീതികളിൽ സഭയുടെ നിഗമനങ്ങളോട് തീരുമാനങ്ങളോട് പ്രതികരിച്ചു. അതുകൊണ്ട് വിപ്ലവകരമായ മാറ്റം എല്ലായിടത്തും ഉണ്ടായത് ഒരേപോലെ ആയിരുന്നില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സ്വീകരണം എല്ലായിടത്തും ഒരേ രീതിയിൽ ആയിരുന്നില്ല. മതസ്വാതന്ത്ര്യം, സംവാദം, അക്രൈസ്തവ മതങ്ങളോടുള്ള സമീപനം, നിരീശ്വരവാദികളോടുള്ള സമീപനം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയ്ക്ക് അന്നുവരെ ഉണ്ടായിരുന്ന നിലപാടുകളെയൊക്കെ തിരുത്തിക്കൊണ്ട് വളരെ വിശാലവും ഹൃദ്യവും ദാർശനികവുമായ നിലപാടുകൾ എടുക്കാനായിട്ട് സഭയ്ക്ക് സാധിച്ചു. അത് സഭയെയും ലോകത്തെയും വളരെയേറെ സ്വാധീനിച്ചു. അതുവഴി സഭ ലോകത്തിന്, അക്രൈസ്തവർക്ക് ഒരുപാട് സ്വീകാര്യരായി. അത് വളരെ വിപ്ലവകരമായ ഒരു വിജയമായിരുന്നു, വിപ്ലവകരമായ സഭയിലെ ഒരു മാറ്റമായിരുന്നു. അതുപോലെ തന്നെ സഭ ദൈവജനമാണെന്നുള്ള വിശുദ്ധ ആഗുസ്തീനോസിൻ്റെ നിർവചനം, ആ നിർവചനം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സ്വീകരിക്കപ്പെടുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത് കൗൺസിലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ജോസഫ് റാറ്റ്സിംഗറിൻ്റെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ സഭയെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ചുള്ള എഴുതിയ പ്രബന്ധവും അദ്ദേഹത്തിൻ്റെ സഭാവിജ്ഞാനീയ ദർശനവുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും കൗൺസിലിൻ്റെ വീക്ഷണങ്ങളും വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബെനഡിക്ട് 16 മാർപ്പാപ്പ അക്കാര്യം പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. സഭ ദൈവജനമാണെന്നുള്ള ആ ഒരു ബോധ്യം എന്നും അങ്ങനെ ആയിരുന്നുവെങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചതുകൊണ്ട് സഭയിലെ എല്ലാ തലത്തിലുമുള്ള ആൾക്കാർക്ക് ഞങ്ങളാണ് സഭ, നമ്മളാണ് സഭ, നമ്മൾ ഒരുമിച്ച് മാർപ്പാപ്പ മുതൽ അൽമായൻ വരെയുള്ള, അല്ലെങ്കിൽ അൽമായൻ മുതൽ പുരോഹിതരും മെത്രാന്മാരും കർദിനാളന്മാരും മാർപ്പാപ്പായും വരെയുള്ള എല്ലാ തലത്തിലും തട്ടുകളിലുമുള്ള, എല്ലാ വ്യത്യസ്തങ്ങളായ വീക്ഷണഗതികളിലുള്ള, വ്യത്യസ്തങ്ങളായ ജീവിത നിലവാരമുള്ള, വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികളുള്ള എല്ലാവരും ഒരുമിച്ച് നമ്മളാണ് സഭ, ഞങ്ങളാണ് സഭ, ഞാനാണ് സഭ, നാമാണ് സഭ എന്ന ഒരു മനോഭാവത്തിൽ, ഒരു സ്വയാവബോധത്തിൽ ജീവിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ആശയങ്ങളും അഭിപ്രായങ്ങളും പറയുക മാത്രമല്ല ജീവിതം പോലും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്ഥിതി സഭയിൽ വളർന്നു വരുന്നതിന് കാരണമായി. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യം മാത്രമല്ല സൃഷ്ടിച്ചത്, വിപ്ലവകരമായ മാറ്റത്തിൻ്റെയും സാഹചര്യം സൃഷ്ടിച്ചു. ആ മാറ്റങ്ങളിലേക്ക് കൂടി നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ എത്തി നോക്കും. നന്ദി.